ഉണ്ടല്ലേ? ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല എന്നാ വിചാരിച്ചു. പഴയ കാലത്തൊന്നും ഈ വഴിക്ക് വന്ന എവിടെ ഒരു സെലഫി മസ്ജിദ് എന്നുള്ള ബോർഡ് കാണലില്ല. അല്ല, ഇപ്പൊ കണ്ണേറിന് പല സ്ഥലത്തും ഉണ്ടായാലും തുടങ്ങിയിരുന്നു. ആവു കാത്തു രക്ഷിക്കട്ടെ, ആവു കാത്തു രക്ഷിക്കട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ശ്രീമാൻ കൂറ്റമ്പാറ മുസ്ലിയാർ പറയുകയാണ്, കാസർഗോഡ് ജില്ലയിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുപാട് പള്ളികൾ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ അള്ളാഹുവിനോടൊപ്പം, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിന്റെ കൂടെ മരിച്ച ആളുകളോട് ദുആ ചെയ്യുന്ന സമസ്തയുടെ പള്ളികളായിരുന്നു കൂടുതലെന്ന്. മാലകളിലൂടെ, മൗലൂദുകളിലൂടെ, റാത്തിബുകളിലൂടെ ബൗദ്ധൈവാരാധന നടത്തുന്ന പള്ളികളായിരുന്നു എന്ന്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു പദം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന്. എവിടെ വെച്ചാണ് ഇദ്ദേഹം പറയുന്നുള്ളത്? ബിംബ ആരാധനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ മുഹിമ്മാത്തിലെ ജാറ വിഗ്രഹത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നുള്ളത്. ഇത് പറയുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ അബ്ദുല്ലാഹി ഇബ്നു സലാം, അദ്ദേഹം ജൂത പണ്ഡിതനായിരുന്നു, ജൂതന്മാരുടെ നേതാവായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇതറിയാത്ത അവിടെ വരുന്ന ജൂതന്മാരുടെ കൂട്ടങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അബ്ദുല്ലാഹി ഇബ്നു സലാം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്ന്. അപ്പോൾ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തെ അതിൽ നിന്ന് തടയട്ടെ എന്ന്, കാത്തുരക്ഷിക്കട്ടെ എന്ന്. ഇന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഇതും. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരുടെ ചര്യ നിങ്ങൾ ചാണിന് ചാണായി മുഴത്തിനു മുഴുമായി പിൻപറ്റുക തന്നെ ചെയ്യുന്നു. സമസ്തയിലുള്ള കബർ കെട്ടിപ്പൊക്കലാണെങ്കിലും, സത്യവും അസത്യവും കൂട്ടിക്കഴിക്കലാണെങ്കിലും, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കൃത്രിമം കാണിക്കലാണെങ്കിലും, സ്വന്തം കൈപ്പട കൊണ്ട് ഇവർ ഒരുപാട് കിതാബുകൾ എഴുതി ഇതൊക്കെ അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ ജൂത സംസ്കാരമാണ്. മറ്റൊന്ന്, ഈ ആളുകൾ മരിച്ച ആളുകളോട് വിളിച്ച് സഹായം ചോദിച്ചിരുന്നു. അബൂജഹൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും ലാത്തയോടും അതേപോലെ വദ്ദിനോട്, സ്വാഹിനോടൊക്കെ സഹായം ചോദിച്ചിരുന്നു. മരണപ്പെട്ടു പോയ ആളുകളാണ്, അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്, അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് ശുപാർശ ചെയ്തു വാങ്ങിത്തരും, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കും എന്നൊക്കെയായിരുന്നു അബൂജഹലിന്റെ വാദം. അബൂജഹൽ ഹജ്ജ് വരെ ചെയ്തിരുന്നു. ഈ ബദറിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഭാഗത്ത് അബൂജഹൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ അബൂജഹൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഇപ്രകാരം പ്രാർത്ഥിച്ചതായിട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ കാണാൻ പറ്റും. അള്ളാഹുവേ, മുഹമ്മദ് ഞങ്ങളിൽ കുടുംബബന്ധം മുറിച്ചവനാണ്, ഞങ്ങൾക്കറിയാത്ത മതവുമായി വന്നവനാണ്, അവനെ നശിപ്പിക്കണമേ. അള്ളാഹുവിനോടാണ് പ്രാർത്ഥന. അബൂജഹൽ. ഇത് ഈ കൂറ്റമ്പാറയുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ജൂതന്മാരുടെ പോലുള്ള കാര്യങ്ങളുണ്ട്, അബൂജഹലിന്റെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ഒക്കെ ചെയ്യുന്ന ഒരു കോക്ടെയിൽ മതമാണ് സൂഫി മതം എന്നുള്ളത്, സമസ്ത എന്നുള്ളത്. അപ്പൊ ഇവര് പ്രാർത്ഥിക്കുന്നത് ആ കബർ വിഗ്രഹത്തോടല്ല, ഇടയ്ക്കിടെ അള്ളാഹുവിനോടും ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക. ആർക്കെതിരെ? സത്യവിശ്വാസികൾക്കെതിരെ. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുകയും ചെയ്യുന്ന സലഫികളെ നശിപ്പിക്കണമേ. അബൂജഹൽ അന്ന് റസൂലിനെയും സഹാബത്തിനെയും നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ തന്നെ. സഹോദരങ്ങളെ, മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.